ഹായ് ഗൈസ്, ടുഡേത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ബട്ട് അറിയരുത് മേക്കപ്പ്. സോ ന്യൂഡ് ലിപ്സ്റ്റിക് പോലെ, പിന്നെ കുറച്ച് ഗ്ലോ അതൊക്കെ എങ്ങനെ വരുത്താം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മേക്കപ്പ് ചെയ്തിട്ടില്ലെന്നും തോന്നണം. ആ രീതിയിൽ നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഫസ്റ്റ് വന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് കാണാൻ ഒരു ഫേസ് ക്ലിയർ ആയിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറുത്ത ഇതൊക്കെ ഹൈഡ് ചെയ്ത് കളയുക. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. സോ കൺസീലർ വന്നിട്ട് ബ്ലൂ ഹെവന്റെ കൺസീലർ ആണ്. സോ ഇതിങ്ങനെ എടുക്കുക. എവിടെയൊക്കെയാണ് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫുള്ള് കവറേജ് കൊടുക്കാൻ വേണ്ടി ഫുള്ള് തേക്കാം. സോ നമുക്ക് അത്രയൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ ടൈം പോവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കണ്ണിന് ചുറ്റും പാടൊന്നുമില്ല. കണ്ണിന് ചുറ്റും പാടുള്ളവർക്ക് ഇത് ഞാൻ യൂസ് ചെയ്യുന്നു. ഇതിപ്പോ കണ്ണിലും എവിടെയാണ് മറ്റേ പിമ്പിൾസ് വന്നതിന്റെ ഡാർക്ക് സ്പോട്ട് ആണെങ്കിൽ അതിലൊക്കെ മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഹൈഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഹൈഡ് ചെയ്യില്ല. ഇവിടെ നമുക്കൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. ഹൈഡ് ചെയ്ത് വെക്കുക മാക്സിമം. പിന്നെ കണ്ണിന് ചുറ്റും കത്തപ്പാട, അത് അത്രയും മതി. നമ്മൾ കൂടുതൽ കണ്ടാൽ പിന്നെ ബ്രഷോ എന്താണ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. സോ ഐ വിൽ ഇത് ഇങ്ങനെ അപ്പോൾ സോ ഇത് വലുതായിട്ടൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് ചെറുതായിട്ട് ഹൈഡ് ചെയ്തു. അപ്പൊക്കെ ഇത് കൊടുക്കുന്നില്ല ബ്ലൂ ഹാൻഡിന്റെ സംഭവം. അപ്പൊ അങ്ങനെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ഐബ്രോസിലേക്ക് കടക്കുക. അല്ല, സോ ഐ വിൽ യൂസ് ദിസ്. സോ ഇൻസൈറ്റിന്റെ കോമ്പാക്ട് പൗഡർ. ഇത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡേഴ്സ് യൂസ് ചെയ്യുക. ജസ്റ്റ് പൗഡറായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും. സോ പിരിയത്തിൽ കൊണ്ട കാര്യമില്ല, നമ്മൾ പിരിയത്തില് ഇപ്പൊ ഇത്രയും കണ്ണിലും കൊണ്ട് കഴുകാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും കവറേജ് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് വന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഐബ്രോസ് ആണ് നമ്മൾ ഇപ്പോൾ ഒരു ന്യൂ മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്ലാസി സ്കിന്നൊക്കെ ആണെങ്കിൽ അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങളതിൻ്റെ പിരികത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. സോ പിരികുണ്ട്, പക്ഷെ നന്നായിട്ട് അത്ര കറുത്തിട്ടൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ടിൻറ്റിൻ്റെ ഒരു ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രഷ് കിട്ടും. സോ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാൻ. വളർന്നു ത്രെഡ് ചെയ്തിട്ടില്ല, ചീവി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഈ വശം കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്ന നോക്കിയോളൂ. സോ തീരാറായി. വ്യത്യാസം മനസ്സിലാവും. സോ ഇങ്ങനെ ഉദ്ദേശിച്ച് വേറൊരു വീഡിയോയിൽ നന്നായിട്ട് വന്നാൽ ഞാൻ കാണിച്ചാണ്. സോ എല്ലാവരും ചോദിക്കും അച്ഛൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും
കോഴി പോലാണല്ലോ, എന്ത് ചെയ്യാനാ, നമുക്ക് കോഴിയുടെ വായ അടച്ചു പൊട്ടാൻ പറ്റൂലല്ലോ. എപ്പോഴും വെച്ചാലും കോഴിയും കൂവും പട്ടിയും കുരയ്ക്കും എന്റെ വീഡിയോ വന്നിട്ട്. അപ്പോ സോ അങ്ങനെ ഒരു നാച്ചുറൽ ടച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഐബ്രോസിന്. ഇപ്പൊ ഇതാണെങ്കിൽ അത്രയും അപ്പൊ നമ്മളങ്ങനെ എന്താ മനസ്സിലായത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐ ഡ്രാമയുടെ പോൾ ബ്ലാക്ക് ആണ്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ വെച്ചാൽ അത് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മൾക്ക് എഴുതാത്ത പോലെ തോന്നണമല്ലോ. സോ കണ്ണിന്റെ പുറത്തിട്ട് കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എഴുതുക. ഇവിടെ എഴുതിയൊക്കെ അപ്പൊ കണ്ണിനൊരു എന്താ പറയുക ഷേപ്പ് കിട്ടും കേട്ടോ. എന്റെ കണ്ണിന്റെ ഷേപ്പ് ഉണ്ടോ, ലൈറ്റായിട്ട് താഴത്തെ ഇവിടെ എഴുതുവാണെങ്കിൽ ലൈറ്റായിട്ട് താഴത്തേക്ക് പോവാത്ത രീതിയിൽ ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കും. അത് ഈ കോർണറിലേക്ക് കൊണ്ടുപോയല്ലോ കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഐലാഷസ് ഒന്ന് ജസ്റ്റ് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. സോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യും. നോ മേക്കപ്പ് ലുക്ക്. അപ്പൊ നമുക്ക് ജസ്റ്റ് വിടർത്തി കൊടുക്കാം. ആ ചെറിയ ഇതുപോലും അപ്പൊ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അടിയിൽ അത്യാവശ്യം ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര. അപ്പൊ ഒരു വേറെ ലുക്കായില്ലേ. സോ എന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പൊ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളൊരു 5 മിനിറ്റ്സ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇപ്പൊ ഒരു നോ മേക്കപ്പ് ലുക്കിൽ ഒരു ഗ്ലോ വേണം. പിന്നെ നമ്മളിപ്പോ ഒരു നോ മേക്കപ്പ് ലുക്കിൽ ഫോട്ടോ എടുക്കുകയാണ്. സോ എനിക്ക് നല്ല ഗ്ലോ വേണം എന്നൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ പറയും. സോ കൂടുതൽ ഹൈലൈറ്റർ മേടിക്കുമ്പോൾ ഗിൽറ്റി ആയിട്ടുള്ള ഹൈലൈറ്റർ അല്ലാതെ നോർമൽ ഇത് മേടിക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം മൂക്കിൽ കൊടുക്കുക. അയ്യോ, മൂക്കിൽ കൊടുക്കുക, മനസ്സിലായില്ല. പിന്നെ ഈ ചുണ്ടിന്റെ പൊക്കത്ത് കൊടുക്കുക. തുമ്പി. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ആ ഈ ഒരു ചിന്നിലേക്ക് കൊടുക്കാവുന്ന ഒരു ഗ്ലോ ഫീല് വരും. ഇത് കുറെ കൊടുക്കുമ്പോ ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്കിത് നമുക്കിത് എന്താ പറയാ, ഓക്കെ, നമുക്കിത് ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി. വ്യത്യാസം. പിന്നെ ചെറിയ ബ്രഷ് ആണെങ്കിൽ ജസ്റ്റ് തട്ടി കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് മതി. പറ്റുമെങ്കിൽ ഇത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഗ്ലോ ഇപ്പൊ കണ്ണിന്റെ പൊക്കത്ത് പരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മേക്കപ്പ് ചെയ്താന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അത് വേണം കണ്ണിന്റെ പൊക്കത്ത് തട്ടാം. പിന്നെ
പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. സോ നമ്മൾ വന്നിട്ട് ബ്ലൂ ഹാൻഡ് ലിപ് ബാമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നോ മേക്കപ്പ് ലുക്ക് ആണെങ്കിൽ നിങ്ങളുടെ ലിപ് ബാം കളർ ഉള്ളതാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി അതാ ഒരു 2 കോട്ട് അടിക്കുമ്പോഴും വ്യത്യാസമുണ്ടോ? സോ നമ്മൾ ലിപ്സ്റ്റിക് നോ മേക്കപ്പ് ലിപ്സ്റ്റിക് അടിച്ചിട്ടേ ഇല്ല അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം, മനസ്സിലായി? പിന്നെ നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടണം. സോ നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഹൈഡ് ചെയ്യണം. എങ്കിൽ ന്യൂഡ് ഷെയ്ഡ്, ഐ വിൽ പ്രിഫർ ന്യൂഡ് ഷെയ്ഡ്. അതിന് വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും കോമൺ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻസൈറ്റിൻ്റെ ആണ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഈ കളറ് ഇത് ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ ഈ കളർ ഒട്ടും അറിയത്തില്ല, ഞാനത് നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയ്ഡാണ് നോ മേക്കപ്പ് ലുക്കിന് യൂസ് ചെയ്യുന്നത്. അത്ര നോ മേക്കപ്പ് ലുക്ക് അടിപൊളിയായിരിക്കും. പിന്നെ ഇതാണെങ്കിൽ ലിപ്സ്റ്റിക് അടിച്ചിട്ടുണ്ടെന്ന് ചെറുതായിട്ട് അറിയുന്നേ ഉള്ളൂ. എങ്കിൽ ഞാനന്ന് ഇതടിച്ച് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലിപ് ബാം തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. സോ കുറച്ച് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ലിക്വിഡ് അടിക്കണോ അതോ മാറ്റ് വേണോ ഗ്ലോ വേണോ എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ സംഭവം. കളർ അടിച്ച് കഴിയുമ്പോൾ വേറെ ആണോ നോക്കാമല്ലോ. ഇതിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമല്ല, ഒരു വൃത്തിയുടെ സ്മെല്ലാണ്. അതാണ് ഇത്. കുറച്ച് അത് സോ ഇതാണ് നമ്മുടെ, കണ്ട അറിയുന്നേ ഇല്ല അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയുന്നേ ഇല്ല. പിന്നെ നിങ്ങൾ പൊട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ചെറിയ പൊട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൊട്ട് തൊടാം. അല്ല നിങ്ങൾ പൊട്ട് തൊടാത്ത ആൾക്കാരാണെങ്കിൽ തൊടുന്നതിനെ പോലെ പൊട്ട് തൊടാത്ത ആൾക്കാരാണെങ്കിൽ തൊടണ്ട. സോ ഇപ്പം മുടി ഹെയർ സ്റ്റൈൽ ഒന്ന് സെറ്റ് ആക്കുകയാണെങ്കിൽ പൊതുവെ പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ ഈ ഒരു മേക്കപ്പ് കാണുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കാണുന്നത് എന്താ? സോ നമ്മുടെ മുഖം ക്ലിയർ ആണ്, നാച്ചുറൽ ഐബ്രോസ് ആണ്. അതുപോലെ തന്നെ ഓക്കെ, എന്താ പറയുക, കണ്ണായാലും പോലും നമ്മളൊന്നും ചെയ്തിട്ടില്ല, എന്തെങ്കിലും നല്ല ഒരു ക്ലിയർ ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, പിന്നെ നമുക്ക് നല്ല ഗ്ലോ ഉണ്ട്, നാച്ചുറൽ ഗ്ലോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന മേക്കപ്പ് ആട്ടോ ഇത്. സോ ഇത് വന്നിട്ട് നമുക്ക് അയച്ചിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ അയച്ചിടാം കേട്ടോ. അയ്യോ ഇതിങ്ങനെ കിടക്കും. അപ്പൊ ഇതാണ്. സോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? ഐബ്രോസ് കുറച്ചുകൂടി ഡാർക്ക് എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഒന്നുകൂടെ അങ്ങനെ നമ്മുടെ ഈ ഒരു ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് വരച്ചതിന് ശേഷം സോ കൈ കൊണ്ടൊന്ന് മുമ്പോട്ടാക്കുക, പുറകോട്ടാക്കുക. ജസ്റ്റ് ഒരു കോട്ടൺ പാഡ് വെച്ച് അപ്പോൾ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അപ്പൊ ആ ഒരു വാല് കിട്ടുമല്ലോ. അപ്പൊ നാച്ചുറലാണ് കൂടെ. എൻ്റെ വീഡിയോ ഞാൻ ത്രെഡ് ചെയ്യാത്തത് കൊണ്ടും ഇങ്ങനെ ചെയ്തത് കൊണ്ടും കുറച്ചുകൂടെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നും. അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായി? സ്കിൻ ക്ലിയർ, സ്കിന്നിന് ഗ്ലോ, അതുപോലെ തന്നെ നോ മേക്കപ്പ് ലുക്ക് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തില്ലേ? അപ്പം ഇത് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ ഗ്ലോ, നാച്ചുറൽ ഗ്ലോ. സോ നമ്മളിത് പ്രതീക്ഷിച്ചു. ഇത് നമുക്ക് പൊതുവെ ഒരാൾ നോക്കുമോ ഈ പെണ്ണ് മേക്കപ്പ് ചെയ്ത, ഈ പെണ്ണ് മേക്കപ്പ് ചെയ്തിട്ടില്ല, അവള് മേക്കപ്പ് ചെയ്തിട്ടില്ലെന്ന് തോന്നില്ല. സോ ദാറ്റ്സ് അതാണ് ആ ഒരു ലുക്കാണ്. ഓക്കെ ഡൺ. നെക്സ്റ്റ് വീഡിയോ എടുത്ത് കേട്ടോ. ഓക്കെ. 1 സെക്കൻഡ് ഞാൻ വിട്ടുപോയി. സോ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന
മറ്റേ ലെൻസ് കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ സോ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഹസലോ ആ ഒരു ടൈപ്പോ ബ്രൗൺ കളറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബെറ്റർ ആയിരിക്കും. ഞാൻ എൻ്റെ വീഡിയോയുമായിട്ട് വരാം, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. സോ അത് കുറച്ചുകൂടെ നമ്മൾ ഈ മണവാട്ടികളെ കണ്ടിട്ടില്ല, അവർ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ലെൻസും അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് മേക്കപ്പ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൂടെ ചെയ്യുവാണെങ്കിൽ ഡിഫറെൻ്റ് ആവും കേട്ടോ. അങ്ങനെ അപ്പം അങ്ങനെയാണ് നെക്സ്റ്റ് വീഡിയോ.